യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. താഴോട്ട് വരുമ്പോൾ ഇന്ന് അതിൻ്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ 12-ാമത്തെ വാക്യം വരെ ചിന്തിച്ചു. 13-ാമത്തെ വാക്യം വായിച്ചാൽ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് വായിച്ചു. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ മേളത്തെ വാക്യങ്ങൾ 8 തൊട്ട് താഴോട്ട് 12 വരെയും നമ്മൾ വായിച്ചു. ദൈവം തരുന്ന കൃപ, ബഹുത്വം, അതിൻ്റെ ധനം, കൃപയുടെ മഹത്വം, ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്, ദ ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്, അബൻഡൻസ് ഓഫ് ഹിസ് ഗ്രേസ്. അപ്പോൾ അതിൻ്റെ മഹത്വം, ബഹുത്വം, അതിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇപ്പം നമ്മൾ താഴോട്ട് വായിക്കുന്നു, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്നറിയാവും? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുവാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക്. ആരുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയാണ്? നമ്മൾ കഴിഞ്ഞ 12-ാമത്തെ വാക്യത്തിൽ ചിന്തിച്ചല്ലോ. നമ്മുടെ അല്ല, പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് ഈ നമുക്കിഷ്ടമാണ് നമ്മളെ ആരെങ്കിലും പുകഴ്ത്തിയാൽ. സാംസൺ വലിയവനാണ്, സാംസൺ ഞാനോ, സാംസൺ ശക്തി. അത് കേൾക്കുന്നുണ്ടേ. ഒരു സഹോദരൻ പണ്ടേനോട് പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഞാനാണ് ആ വ്യക്തിയെ വിശ്വാസി കൊണ്ടത്. എന്നിട്ട് കഷ്ടപ്പെട്ട് ഞാൻ വിശ്വാസത്തിലെല്ലാം കൊണ്ടുവന്ന് ആ വ്യക്തിയോട് കുറേ ജോലി സ്ഥലത്ത് പോയി പറഞ്ഞ് വിശ്വാസത്തിൽ കൊണ്ടുവന്ന് ആ വ്യക്തി കുറേ നാൾ കഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു, ഉപസിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ഞാനാണ് ഇതെല്ലാം കഷ്ടപ്പെട്ടത്, വർക്ക് ചെയ്ത്. ഞായറാഴ്ച എന്നിട്ട് സഭയിൽ സാക്ഷ്യം, പുള്ളി ആദ്യമായിട്ട് സഭയിൽ വരുമോ, സഭയിൽ വന്ന് പുള്ളി വന്ന സഭയിൽ കുറച്ച് വേറെയും സഭക്കാരൊക്കെ ഉണ്ട്. ഇത്രയും പേരുടെ മധ്യത്തിൽ എൻ്റെ പേരൊന്ന് പറഞ്ഞായിരുന്നേ ഞാൻ ആ ദേശത്തൊന്നും ഫേമസ് ആകത്തില്ലായിരുന്നു. ഞാൻ പ്രവർത്തിച്ചതും കഷ്ടപ്പെട്ടതും എല്ലാവരും ഒന്നും അറിയത്തില്ലേ. പുള്ളി ഒരു വാക്ക് എൻ്റെ പേര് പറഞ്ഞില്ല. എന്ത് വിഷമമായി. ആ പുള്ളിയെ ദണ്ണത്തോടുകൂടി പറയാൻ. പുള്ളിയോട് ദൈവാത്മാവ് ഇടപെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ദൈവം പുള്ളിയെ ഇടപെട്ടു, ദൈവം പുള്ളിയെ രക്ഷിച്ചു ഉള്ള സാക്ഷ്യമൊക്കെ പറഞ്ഞ് പുള്ളി സത്യമാ പുള്ളി പറയേണ്ടതായിരുന്നു. എങ്കിലും അത് പറയാഞ്ഞതിൻ്റെ ആ ഒരു വിഷമമേ, ഇത് അധ്വാനിച്ച മുഴുവനും എൻ്റെ പേര് എന്തുകൊണ്ടൊന്നൊരു വാക്ക്. അപ്പം നമ്മുടെ ചെവി അത് കേൾക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഇച്ചിരി ചെയ്താൽ അത് 10 പേര് അറിയണം, അതെല്ലാവരോടും ഒന്ന് പറയണം. പ്രതിഫലം പോയി ദൈവമക്കളെ. ലോകം മനുഷ്യർ മുഴുവൻ അറിഞ്ഞാൽ, എല്ലാവരോടും പറഞ്ഞാൽ എന്തു ചെയ്യും? പ്രതിഫലം ബൈബിൾ പറയുന്നു, കർത്താവ് പറഞ്ഞു, ഇവിടെ കിട്ടി. നിങ്ങളെല്ലാവരും മുമ്പ് ഫേമസ് ആയല്ലോ, എല്ലാവരും നിങ്ങളെ പുകഴ്ത്തിയല്ലോ, മിടുക്കൻ. ഓക്കെ, മിടുക്കി, കിട്ടി, പ്രതിഫലം കിട്ടി. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അക്കൗണ്ടിലോ സാംസണിന് പേജ് നോക്കുമ്പോൾ അവന് കിട്ടിയതൊക്കെ അവന് ലോകത്തിൽ തന്നെ വിളിച്ച് പറഞ്ഞ് അവന് ആൾക്കാരൊക്കെ പുകഴ്ത്തിയാൽ 10 മാസികയിലും ഇട്ട് 10 പേരുടെ മുമ്പ് ഫോട്ടോയ്ക്ക് ഇങ്ങനെ കൊടുത്തു. ഞാൻ തൊണ്ട ഒരാൾക്ക് കൊടുക്കുന്നു, പോസ്റ്റും ചെയ്ത് എല്ലാം അവന് പ്രതിഫലം ലോകത്തിൽ കിട്ടി. അവൻ്റെ അക്കൗണ്ടിൽ 0. സ്വർഗീയ പ്രതിഫലത്തിന് ഞാൻ എന്തല്ല. ആ മർമ്മമൊക്കെ നമുക്കറിയാമല്ലോ, വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മുടെ പേര് പറഞ്ഞില്ലേലും കുഴപ്പമില്ല. കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അറിയാമല്ലോ, 15-ാം അധ്യായം 58-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ, പ്രൈസ്, നിങ്ങൾ അധ്വാനിക്കുന്നതും കർത്താവിന് വേണ്ടി ഓടുന്നതൊന്നും വൃഥാവായി തീരത്തില്ല. ആരും കണ്ടില്ലേലും കുഴപ്പമില്ല, ആരും പുകഴ്ത്തിയില്ലേലും കുഴപ്പമില്ല, അതൊരു ക്രിസ്തീയ മാഗസീനിൽ ഫോട്ടോ വന്നില്ലേലും കുഴപ്പമില്ല, ആ മീഡിയയിലൊന്നും വന്നില്ലേലും ഒരു വിഷയമല്ല. എൻ്റെ കർത്താവ് ഇതെല്ലാം കാണുന്നു. നമ്മൾ ചെയ്യുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, നമ്മൾ ചെയ്യുന്ന മനുഷ്യരെ കാണിക്കുവാനല്ല, നമ്മൾ ചെയ്യുന്നത് ആൾക്കാർ നമ്മളെ പുകഴ്ത്തുവാനല്ല. ഇതിൻ്റെ എല്ലാം പ്രതിഫലം തരേണ്ടത് കർത്താവാണ്. സ്വർഗീയ പ്രതിഫലം കിട്ടും നിശ്ചയം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആരും അറിയാതിരിക്കുന്നതാണ്. നമ്മുടെ ജഡവും പൊങ്ങത്തില്ല. പൊങ്ങുമ്പോഴേക്ക് ഒരു തട്ട് കൊടുത്തിട്ട് നീ ഒതുങ്ങ. ദൈവം നിന്നെ ഉപയോഗിച്ചു എന്ന് കഴുതയ്ക്ക് വല്ലതും പുകഴാനുണ്ടോ? കർത്താവ് യാത്ര ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ കഴുതയും മുമ്പിൽ തുണിയൊക്കെ. കഴുതയുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരിക്കത്തില്ലേ പരവതാനം വിരിച്ച് കഴുത നടത്തുന്നത്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ നമുക്ക് ഇത്രത്തോളം മാനം ദേശത്തും കുടുംബക്കാരുടെ മധ്യത്തിലൊക്കെ കിട്ടുന്നത്. നമ്മൾ തന്നെ അങ്ങ് ചിന്തിക്കുക, മാനമില്ല. നമ്മളൊരു കോംപ്ലക്സിൽ നടക്കുക,
ഒരു ഫംഗ്ഷന് പോയാലും അയ്യോ എനിക്ക് ആഭരണമില്ല, അയ്യോ എനിക്ക് കൂടിയ ഭയങ്കര സിൽക്കി അല്ലെങ്കിൽ കൂടിയ തിളങ്ങുന്ന അല്ലെങ്കിൽ മോടിയുള്ള എനിക്ക് ജുബയൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ പോയാൽ അല്ലെങ്കിൽ ആൾക്കാരെന്നെ മാനിക്കത്തുള്ളൂ. നമ്മുടെ കോംപ്ലക്സാണ്. യേശു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും ദൈവം തരുന്ന ഒരു മാനമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ചു പോകും. നമുക്ക് നമ്മുടെ വിലയുണ്ട്. നിങ്ങൾ മറന്നു പോകല്ലേ, നമുക്ക് നമ്മുടെ അധികാരമുണ്ട്. അതൊക്കെ നിങ്ങൾ മറന്നു പോകുന്നു. നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ നമുക്ക് എന്തുണ്ട്? അവിടെ ഒരു ഭൂതം ഇളകിയാൽ നമുക്ക് മാത്രമേ, നമ്മൾ പറഞ്ഞാലേ ആ ഭൂതം കേൾക്കത്തുള്ളൂ. അവിടെ ഒരുത്തൻ കുഴഞ്ഞു വീണാൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവന് മൈൽഡ് അറ്റാക്ക് അല്ല സ്ട്രോങ് അറ്റാക്ക് ആണെങ്കിലും അവനെ ആ ഹാലിലെ കിടക്കയിൽ നിന്ന് തറയ്ക്ക് പോകേണ്ട സാഹചര്യത്തിലുള്ള അവനെ ഉയർത്തുവാൻ ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? പാസ്റ്ററിനല്ല, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോ വിശ്വാസിയാൽ ഈ അടയാളം നടക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ വാഗ്ദത്തം ഇല്ലേ? അങ്ങനല്ലേ മത്തായി സുവിശേഷം അവസാനം, മർക്കോസിൻ്റെ അവസാനമൊക്കെ മർക്കോസ് സുവിശേഷത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത്. യേശു കർത്താവ് വിശ്വസിച്ച് സ്നാനപ്പെടുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അവർ ഭൂതങ്ങളെ ശാസിച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോകും. ദേശശക്തിയെ കാൽ കീഴാക്കും. മരണകരമായി ഇനി എന്ത് കഴിച്ചാലും അവർക്ക് എന്ത് വരത്തില്ല. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവർക്കും പേടിയാ. ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യുമോ? കൂടോത്രം, കൈവശം. ഇനി കൈവശമല്ല, ഒറിജിനൽ വിഷം തന്നാലും യേശു പറഞ്ഞത് വിശ്വസിക്കുക. ജീവൻ്റെ മരണത്തിൻ്റെയും താക്കോൽ സയൻസിൻ്റെ കയ്യിലല്ല, ഹോസ്പിറ്റലിൻ്റെ കയ്യിലല്ല, ഡോക്ടേഴ്സിൻ്റെ കയ്യിലല്ല. ജീവൻ്റെ മരണത്തിൻ്റെയും താക്കോൽ എൻ്റെ യേശുവിൻ്റെ കയ്യിലാണ്. അത് വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് എന്നും വീഴ്ചയായിരിക്കും, എന്നും ക്ഷീണമായിരിക്കും. ആ ഏരിയയിൽ അറ്റാക്ക് ചെയ്യാമെന്ന് സാധാരണ നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചാലേ പറ്റൂ എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കാതെ. എൻ്റെ ആവശ്യമാണ്. നമ്മൾ എവിടെ ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും, എവിടെ താമസിപ്പിച്ചാലും, ആരുടെ ഭവനത്തിൽ ചെന്നാലും ഓർത്തോണം, ആ സമൂഹത്തിലുള്ള മുഴുവനും ആൾക്കാർക്കില്ലാത്ത ഒരധികാരം എനിക്കുണ്ട്. ആ കൂട്ടത്തിൽ സാത്താന് പേടിയുള്ളത് എന്നെ മാത്രമേ ഉള്ളൂ. അത് എൻ്റെ ഭയങ്കരത്വം ജിം ബോഡിയൊന്നുമല്ല. സാത്താന് പേടി എന്തുകൊണ്ടാണ്? എൻ്റെ ഉള്ളിലുള്ള അഭിഷേകം, എൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്. എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പ്രകാശം, അത് ചെല്ലുന്നിടത്ത് പ്രകാശം വ്യാപരിക്കും. എൻ്റെ ഉള്ളിലുള്ള ദൈവശക്തി, അത് ചെല്ലുന്നിടത്ത് ദൈവശക്തി വ്യാപരിക്കും. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം അത് കൃപയോടുകൂടി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എൻ്റെ വാ തുറന്നാൽ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടി ആകുമ്പോൾ അതവർക്ക് മനസ്സിലാകും. അവർക്കത് വലിയ ആശ്വാസമായി തീരും. അങ്ങനെയുള്ള ഓരോ ശക്തരായ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും യുദ്ധം ചെയ്യുവാൻ പറ്റുന്ന വീരന്മാർ. അങ്ങനെ ശക്തരായി നമുക്കാണ് ഒട്ട് കോംപ്ലക്സോ. ഈ യോശുവയും കാലേബും അല്ലാതെ ബാക്കി പോയ 10 അവരെ കണ്ടപ്പോൾ അവരൊക്കെ വലിയ ആൾക്കാരാണ്. അവരൊക്കെ വരുന്ന ലക്ഷറി കാറിന് 75 ലക്ഷം രൂപയും 1.5 കോടിയൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ മുമ്പിൽ എന്തായിത്തീർന്നു? ഷൂന്നായിപ്പോയി. നമ്മുടെ ഉള്ളിലുള്ള തീരെ കർത്താവിനെ അറിയാത്തവർ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. ഒട്ടും ദൈവസാന്നിധ്യം ഇല്ലാത്തവർ. നമ്മുടെ ഉള്ളിലുള്ള അധികാരവും ശക്തിയും വിളിയുടെയും ശ്രേഷ്ഠത മനസ്സിലായാൽ നമ്മൾ കൃപയോടുകൂടി തല ഉയർത്തിപ്പിരിച്ച്, ഞാനിടുന്ന ഡ്രസ്സിലല്ല, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ശക്തി അത്യന്ത ശക്തിയാണ്. അതിലാണ് ഞാൻ ശക്തനും ശ്രേഷ്ഠനും മാന്യനും യോഗ്യനുമായി തീർക്കുന്നത്. സോ അത് ആണ് ഇവിടെ എഫെസോസ് ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് യെസാലയോ താഴോട്ട് അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുന്നത്? എന്നെ മുദ്ര ചെയ്തിരിക്കുന്നത്. ലോർഡ് സീൽ മീ ബൈ ദ ഹോളി സ്പിരിറ്റ്. ചില മുദ്രകൾക്കൊക്കെ ഭയങ്കര വിലയാണ്. അന്നത്തെ പൗലോസിൻ്റെയൊക്കെ കാലത്ത് രാജമുദ്രയ്ക്ക് വലിയ വിലയാണ്. ചില കുടുംബങ്ങൾക്കൊക്കെ രാജാക്കന്മാർ സ്ഥാനം കൊടുത്തും ഓരോ ദേശത്ത് ഒക്കെ കൊടുത്ത്, അപ്പം അവർക്കൊക്കെ എന്തുണ്ട്? ഓരോ സ്ഥാനപ്പേര് കൊടുക്കുമ്പോൾ അന്നൊക്കെ ഞാനിവിടെയൊക്കെ പലയിടത്ത് കാണാൻ ചെന്നപ്പോൾ, മ്യൂസിയത്തിലൊക്കെ കാണാൻ ചെന്നപ്പോൾ രാജാവ് കൊടുത്ത സ്ഥാനം അതൊരു പ്ലേറ്റിൽ രാജാവിൻ്റെ മുദ്രയോടുകൂടി ചേർത്ത് അതിൽ ഇങ്ങനെ എംപോസ് ചെയ്ത് കൈകൊണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഫോട്ടോസ് പലയിടത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കൊടുങ്ങല്ലൂർ ഏരിയയിലും നമ്മുടെ കൊച്ചിയിലെ തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലും പിന്നെ തോമസ് ആദ്യം വന്നു എന്ന് പറഞ്ഞ സ്ഥലം പാലിയക്കര പള്ളി, അവിടെ ഒരു മ്യൂസിയം കൂടെ അതിനോട് ചേർന്നുണ്ട്. അവിടെയൊക്കെ പ്ലേറ്റുകളിൽ അപ്പം ഞാൻ പറഞ്ഞില്ലേ, രാജാവ് അന്ന് വന്നവർക്കൊക്കെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരെയും കേരളത്തിലുള്ളവരൊന്നും എല്ലാം ഒന്നും ഇവിടെ ഉള്ളവർ മാത്രമല്ല.
അപ്പോൾ അന്ന് താമസിച്ചവർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ഓരോ ഏരിയകളുണ്ട്, ഓരോരോ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ രാജാവ് ഒരു സ്ഥാനം കൊടുത്തു, ഒരു മുദ്ര കൊടുത്തു, ഒരു പ്ലേറ്റിൻ്റെ അകത്ത് രാജമുദ്രയും കൂടി പതിച്ചാൽ അതിന് പിന്നെ എന്തുവാ ഭയങ്കര വിലയാണ്. ഈ രാജമുദ്ര പഠിച്ച രാജാവ് പോയി, രാജാവിൻ്റെ പ്രൗഢിയും പോയി, രാജസ്ഥാനവും പോയി. പക്ഷെ നമ്മുടെ രാജാവോ എന്നേക്കും വാഴുന്ന നിത്യനായ രാജാധി രാജാവിൻ്റെ ആ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാലാണ് നമ്മളെ മുദ്ര ചെയ്തിരിക്കുന്നത്. നിൻ്റെ മേൽ ആരുടെ മുദ്രയാണ് ഉള്ളത്? കോയിൻ ചോദിച്ചിട്ട് ആരുടെ മുദ്രയാണ് അതിൻ്റെ മേലുള്ളത്? കൈസർക്കുള്ളത്, ദൈവത്തിനുള്ളത്. അങ്ങനല്ലേ മോശയും യോശുവയൊക്കെ പറഞ്ഞ് യഹോവയ്ക്കുള്ളവൻ എന്ത് ചെയ്യട്ടെ ഇങ്ങോട്ട് മാറി നിൽക്കുന്നേ. അവൻ്റെ സമർപ്പണം വേറെ ആയിരിക്കും, അവൻ്റെ വേർപാട് ജീവിതത്തിൽ വേറെ ആയിരിക്കും. അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മറ്റുള്ള പെന്തിക്കോസുകാർക്കും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്നവൻ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് മാറി നിൽക്കുക. അവന് ഒരു സാധാരണ അവനെ തൊടാൻ കഴിയത്തില്ല. അവനെ പ്രത്യേകം പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്തിരിക്കുക. 1,44,000 പേരെ ഇനി മഹാവീണ കാലത്തും 12 ഗോത്രത്തിൽ നിന്ന് 12,000 പേരെ കർത്താവ് മുദ്ര ചെയ്യും. എതിർ ക്രിസ്തു എത്ര നോക്കിയാലും അവരെവിടെ ഉണ്ടെന്ന് പോലും കാണാൻ പറ്റത്തില്ല. ഇൻവിസിബിളാക്കി അവരെ തീർക്കുമായിരിക്കും. എനിക്കറിയത്തില്ല എങ്ങനെയാണ് കർത്താവിൻ്റെ ജ്ഞാനം. ഇതൊക്കെ ഒരു ഗ്യാരൻറ്റിയാണ്. ഈ പേടിച്ച് പോകുന്ന കംപ്ലൈൻറ്റ് ചെയ്യുകയും പിശാചിനെ കണ്ടും പിശാചിൻ്റെ പദ്ധതികൾ കണ്ട് പേടിച്ച് പോകുന്നവർ ഓർത്തോളം ഇത് ഒരു അച്ചാരമായിട്ട് ആസ് എ ഗ്യാരൻറ്റി നിന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്തിരിക്കുക. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. ശക്തമായ പോരാട്ടമുള്ള സ്ഥലത്താണ് അർത്തമീസ് ദേവി വാഴുന്ന. സുവിശേഷം പറഞ്ഞോണ്ടേ ഈ പിശാച് അവിടുത്തെ ജനത്തിൻ്റെ മേലെല്ലാം കൂടെ അങ്ങോട്ട് ഇളകിയ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചില്ലേ? അവരെല്ലാം കൂടെ ഇംഗ്ലാവ് സുന്ദാബ പറയുന്ന പോലല്ലേ പറഞ്ഞത്. ഇത് അർത്തമീസ് ദേവിയുടെ ഇതാണ്, ദേശമാണ്. ലോകം മുഴുവനും ഭജിച്ച് വരുന്ന, ലോകത്തിന് മുഴുവനും സൗഖ്യവും വിടുതലും കൊടുക്കുന്ന അർത്തമീസ് ദേവി വാഴുന്ന ദേശമാണ്. ആ ജനങ്ങളെ മുഴുവനും റോബോട്ട്സ് ആക്കിക്കൊണ്ട് പിശാച് അവരുടെ മേൽ കയറി അവരെല്ലാം കൂടെ ഉണ്ട്. അതിൻ്റെ എതിരെ പറഞ്ഞ് യേശുവിനെ പറഞ്ഞ് ഈ പൗലോസിനെ എന്ത് ചെയ്യണം? കൊല്ലണം. അതിൻ്റെ മധ്യത്തിലാണ് 3 വർഷം പകൽ കണ്ണുനീരോടുകൂടി പൗലോസിൻ്റെ ഉറപ്പ് എന്തുവാ? എന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിരിക്കുക. നിനക്കല്ല. അർത്തമീസ് ദേവി പിശാചാണെന്നറിയാം. പിശാചിൻ്റെ ഒരു ദൂതന്മാർക്കും ഒരു പദ്ധതിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. പിന്നെ പുള്ളി പ്രാർത്ഥിച്ചത് ആ ദേശത്തിൽ വരുന്ന ഓരോ ദൈവമക്കളും ബലത്തോടുകൂടി നിൽക്കുവാൻ. അങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ച് ശക്തരായി വീണ്ടും ഇവരോട് പറയുക. 15-ാമത്തെ വാക്യം. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിനുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേൾക്കട്ടെ. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സ്നേഹവും ഇത് വളരെ പ്രസിദ്ധമാണ്. ഞാൻ എന്ത് കേട്ടു? ഞാൻ പറഞ്ഞില്ലേ, ഗലാത്യ സഭ വിശ്വാസത്തിൽ വന്ന് പെട്ടെന്നാണ് മാറിപ്പോയത്. അങ്ങനല്ലേ അവരോടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങൾ എന്ത് ചെയ്തു? ഇത്ര പെട്ടെന്ന് നിങ്ങളെ ആരാണ് നിങ്ങളെ ശുദ്ധരിച്ചത്? കാര്യം എല്ലാവരും രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും എന്തുണ്ടാവും? ഒരു എരിവുണ്ടാവും. അത് സ്വാഭാവികമാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വിശ്വാസമില്ല, എരിവില്ല. വിശ്വാസി വരുന്ന സമയത്ത് ഇനി ക്യാൻസർ വന്നാലും നമ്മൾ എന്തിലെ ആശ്രയിക്കത്തുള്ളൂ? രക്താണലി കടിച്ച് മുഴുവനും നീലിച്ച് ഈ പുത്തൻ കുരിശ് വെച്ചാൽ ഒരവധിക്ക് വന്നപ്പോൾ മരിച്ചു പോകാനിരിക്കേണ്ട അപ്പോഴേ ശ്വാസമൊക്കെ നിന്ന് പോയതാണ്. അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുന്നത് എൻ്റെ മമ്മി. അന്ന് ദൈവം 20 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് എറണാകുളത്ത് അന്ന് ഹോസ്പിറ്റലിൽ വരാൻ. 83 സംഭവിച്ച ഒരവധിക്ക് വന്നപ്പോൾ രക്താണലി കടിച്ചാൽ കൊല്ലാൻ വന്ന ആൾ പറഞ്ഞു, ഈ പാമ്പ് ആരെങ്കിലും കടിച്ചായിരുന്നെങ്കിൽ കടി കൊണ്ടിട്ട് അവിടെ ഇരിക്കുക. കടിച്ച് പറിച്ച് കീറി, കയ്യെ കയറി ചുറ്റി ഇങ്ങനെ കുടഞ്ഞു, കടിച്ച് കീറി വിഷം മുഴുവനും അകത്ത് ചെയ്യുന്നു. ആശുപത്രി വരെ കൊണ്ടുപോകത്തില്ല. ഈ രക്താണലി കടിച്ചു കഴിഞ്ഞാൽ 3 അടി വെക്കത്തില്ല. അതാ കണക്ക്. 3 എന്ന് വെച്ചാൽ അത്ര സെക്കൻഡ്സിൻ്റെ അകത്ത് മരിച്ചു പോകും. അത്രയ്ക്ക് സിവിയർ പോയ്സണാണ്. അന്ന് ഒരു ജീവൻ കർത്താവ് കൊടുത്തു. എല്ലാവരും ദൈവമക്കളെല്ലാം കൂടെ ഹോസ്പിറ്റൽ വരെ പോകാൻ പറ്റത്തില്ല. ദൈവം ചില സാഹചര്യത്തിൽ അങ്ങനെ ആക്കും. അല്ലാതെ മമ്മിയും ബോർണിയോയിലും എല്ലാം വർഷങ്ങൾ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്ത്. ആംഗ്ലമാരും എല്ലാം വെല്ലൂരെ ഡോക്ടേഴ്സും ഒക്കെ വെല്ലൂരെ ഹോസ്പിറ്റലിനകത്ത് തന്നെ മമ്മിയുടെ ബ്രദേഴ്സൊക്കെ ഉണ്ട്. മെഡിസിന് PhD എടുത്ത ഡോക്ടേഴ്സുണ്ട്. വീടൊരു ഹോസ്പിറ്റൽ പോലെ. മമ്മിയുടെ അമ്മച്ചി അവിടുത്തെ ഒരു നാടൻ കൊച്ചു ക്ലിനിക്ക് പോലെ വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീട് മുഴുവനും മരുന്നിരിക്കുന്ന അതേ വീട്ടിൽ വെച്ചിട്ട് കടിച്ച്. അപ്പോൾ ഇവർക്കെല്ലാം അങ്ങനെ ഒരു ശീലമായതുകൊണ്ടൊന്നും കർത്താവിൽ ആശ്രയിച്ചൊന്നും ശീലമില്ല. വിശ്വാസി വന്നു നേരത്തെ കർത്താവിൽ ആശ്രയിച്ചുള്ള ശീലമൊന്നുമില്ല. ആ ഹോസ്പിറ്റൽ വരെയും കൊണ്ടുപോകാൻ 1 മണിക്കൂർ അന്നത്തെ കാലത്ത് അതിൽ കൂടുതൽ വേണം. അത്രയും ജീവിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കേണ്ട വന്നു. പപ്പ പറഞ്ഞു, പാവിരിക്കുക, മുട്ടുവായിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു.
അതുകൊണ്ട് ഇന്നും ജീവനോടുകൂടി ഉണ്ട്. അന്ന് തന്നെ ഒരു സ്പീക്കറും ഒക്കെ എടുത്തിട്ട് ആ പുത്തൻകുരിശ്, ആ റോഡ്, ഹൈവേയുടെ സൈഡ് അവർ വീടും, ആ ഹൈവേ മുഴുവൻ പരസ്യങ്ങൾ നടത്തി. അവിടുത്തെ പാസ്റ്ററും എരിവോട് കൂടി, പാസ്റ്ററും ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന, പുള്ളി ഞെട്ടിപ്പോയി. രക്തമുള്ളി കടിച്ചിട്ട് ഒരാൾ മരിച്ചില്ല, ജീവിച്ചു. പാസ്റ്റർ ഭയങ്കര എരിവോടുകൂടി എവിടാണ്ടെന്ന് സൗണ്ട് സിസ്റ്റം ഒക്കെ അറേഞ്ച് ചെയ്തു. അന്ന് അങ്ങനെ എല്ലാ സഭയിലൊന്നും സൗണ്ട് സിസ്റ്റം ഇല്ലല്ലോ. എവിടാണ്ടെന്ന് വലിയ സൗണ്ട് സിസ്റ്റം ഒക്കെ അറേഞ്ച് ചെയ്ത് ഒരു അംബാസിഡർ ടാക്സി ഒക്കെ 83 ഒരു അംബാസിഡർ ടാക്സിയുടെ അതിൽ സൗണ്ട് സിസ്റ്റം ഒക്കെ ഇട്ടി വെച്ചിട്ട് മുഴുവൻ പരസ്യം നടത്തി. അന്ന് വൈകിട്ട് വരെ പരസ്യം നടത്തി. സ്തോത്രം. ഞാൻ പറഞ്ഞു, നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്തും കർത്താവിൻ്റെ സന്ധി വരുന്ന സമയത്ത് എന്ത് വിഷയമുണ്ടെങ്കിലും നമ്മൾ ആരിലും ആശ്രയിക്കത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഒരു ക്ഷീണമൊക്കെ വരില്ലേ? പിന്നെ ബുദ്ധിയിൽ ആശ്രയിക്കും, കഴിവിൽ ആശ്രയിക്കും. അപ്പോഴത്തേക്ക് കർത്താവിൽ നിന്ന് അനുഗ്രഹമൊക്കെ പ്രാപിച്ച് പണമൊക്കെ ആവശ്യത്തിലും അധികമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതൊക്കെ വന്നങ്ങ് പോകും. പിന്നെ കർത്താവിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എളുപ്പം എന്തുവാ? പെട്ടെന്നൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ കാര്യം അങ്ങ് പെട്ടെന്ന് നടക്കും. അത്രയൊക്കെ കർത്താവിൽ ആശ്രയിച്ച് ഒരു റിസ്കിൽ കൂടി പോകണോ? ജീവൻ നഷ്ടപ്പെടുമോ ഇല്ലയോ? അതൊക്കെ വലിയ റിസ്ക് അല്ലേ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാനസികമായിട്ട് ചെയ്യാൻ ഇപ്പം കർത്താവ് പണ്ടില്ല, ഇപ്പം സാഹചര്യമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചൊക്കെ ആണോ? ഈ ഗലാത്യ സഭ മാത്രമേ ഉള്ളൂ ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ച് പോയത്. പക്ഷേ മറ്റുള്ള സഭകളൊക്കെ കുറേ കഴിഞ്ഞ് കൊരിന്ത്യ സഭയൊക്കെ നമ്മൾ കണ്ടില്ലേ? ജാതികൾ കേട്ടാൽ അറയ്ക്കുന്ന പാപം സഭയ്ക്കകത്ത്. പക്ഷേ എഫെസോസിലെ സഭയെപ്പറ്റി പറയുന്നൊരു സന്തോഷമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ആദ്യ സ്നേഹം. പക്ഷേ ചില സഭയോട് പറഞ്ഞ് അത് വിട്ടുപോയി. എത്ര പെട്ടെന്ന് മടങ്ങി വന്നില്ലെങ്കിൽ നിങ്ങളെ ആക്കിയ സ്ഥാനത്തിൽ നിന്ന് ഞാൻ ഇത് എഴുതുന്ന സമയത്ത്, ഈ ലേഖനം ചിലപ്പം 10-20 വർഷം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എഴുതുന്ന സമയത്ത് ഇവരുടെ സന്തോഷത്തെപ്പറ്റി ഒന്ന് ഇവരുടെ വിശ്വാസം ഇപ്പോഴും വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, നല്ല സ്ട്രോങ് വിശ്വാസം. അത് വലിയൊരു കാര്യമാണ്. വിശ്വാസി വന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും. പിന്നെ രണ്ടാമത് ഇവരുടെ സ്നേഹം, വിശുദ്ധന്മാരോടുകൂടിയുള്ള ദൈവസ്നേഹം. നമുക്ക് പെട്ടെന്ന് 2 വാക്യം വായിക്കാം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. 2 Thessalonians chapter 1 verse 3 and 4. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. ആളാപ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം വരികയാണ്. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്ന? ഞങ്ങൾക്ക് ഒരൊറ്റ സന്തോഷമേ ഉള്ളൂ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചും ആളാം പ്രതിയാ വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്ന ആളാം പ്രതി. അല്ലെങ്കിൽ ചിലർക്ക് മാത്രം വിശ്വാസം വർദ്ധിച്ചു, ചിലർക്ക് മാത്രം സ്നേഹം വർദ്ധിച്ചു എന്നല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ആളാം പ്രതി എന്ന് പറയുമ്പോൾ എന്തുവാ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സ്നേഹവും വർദ്ധിച്ച നിമിത്തം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് അത്യധ്വാനിക്കുന്ന ദൈവദാസന്മാർ, ഇവിടെ പൗലോസിനെ പോലുള്ളവർ, അവർക്ക് അതിലുള്ള സന്തോഷം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്തുവാ സന്തോഷം? അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോടും പറഞ്ഞു, ഇവിടുത്തെ സ്റ്റേഷനിലെ എസ് ഐയോടും സംസാരിച്ചപ്പോൾ ഞാൻ പറയായിരുന്നു, ഫ്രീ കൗൺസിലിംഗ് സെൻ്ററായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ. കാര്യം കാത്തലിക് അച്ഛന്മാർ പോലും കൗൺസിലിംഗ് ഫ്രീ ആയിട്ടല്ല നടത്തുന്നത്. PhD എടുത്ത അച്ഛന്മാരുണ്ട് കൗൺസിലിങ്ങിൽ, അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കറിയത്തില്ല വേറെ ഫ്രീ ഉണ്ടോ എന്ന്. എങ്കിലും ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, ഈ ആൾക്കാരിൽ വരുന്ന സന്തോഷം, വരുന്ന ആൾക്കാരിൽ നമ്മൾ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും കത്തോലിക്ക ആണെങ്കിലും ഇനി വിശ്വാസികളാണെങ്കിലും ഒരുപോലെ സംസാരിച്ച് കർത്താവ് അവർ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുത്താൽ, നമ്മൾ വരുമ്പോൾ ഒരു യൂണിറ്റ് ഓണാക്കും, എത്ര നേരം ഒരു അരമണിക്കൂർ ഇരിക്കും. ചില ആൾക്കാർ, ഇപ്പോൾ മുകേഷ് ബാറിൻ്റെ കൂടെ ഒക്കെ ഞാൻ 3 മണിക്കൂറോളം ഇരുന്നു. ആദ്യം വന്നപ്പോൾ കൗൺസിലിങ്ങിന് വന്നതാണ് പുള്ളി. ആദ്യം വന്നപ്പോൾ 3 മണിക്കൂറോളം ഇരുന്നു. അപ്പോൾ ചില ആൾക്കാരൊക്കെ അവരുടെ അനുഭവങ്ങൾ നമ്മൾ ഒത്തിരി കേൾക്കണം, അവരുടെ ദുഃഖം നമ്മൾ കേൾക്കണം. നമുക്ക് സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേൾക്കണം. 1 മണിക്കായിരിക്കും ചിലപ്പം വിളിക്കുന്നത്, നമ്മൾ കഴിച്ച് കാണത്തില്ല. പിന്നെ 4 മണി വരെയും അങ്ങനെയൊക്കെ ഇരുന്നാലും അനുഭവങ്ങളുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ സന്തോഷം, ഇനി ആരോട് നമ്മളൊക്കെ സുവിശേഷം പറഞ്ഞാൽ നമ്മുടെ സന്തോഷം അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ്, ഇല്ലേ? അതിലൊരാൾ രക്ഷിക്കപ്പെട്ടാൽ, നമ്മൾ ചിലവ് ചെയ്തതോ നമ്മൾ സമയം കളഞ്ഞ് നമ്മളിനി കഴിച്ചില്ലേലും വേണ്ടില്ല, അതിൻ്റെ സന്തോഷം. കർത്താവ് ആ ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇവർ ആഹാരമൊക്കെ വാങ്ങിക്കാൻ അടുത്ത ഗ്രാമത്തിൽ പോയതാണ്. തിരിച്ചു വന്നപ്പോൾ കർത്താവ് കഴിച്ചു, ആരെങ്കിലും തന്നോ? കർത്താവിൻ്റെ മുഖത്തൊരു ക്ഷീണവും ഇല്ല, വലിയ സന്തോഷം. നിങ്ങൾ അറിയാത്ത ഒരു ആഹാരം ഞാൻ എന്ത് ചെയ്തു? കഴിച്ചു. ഹാലല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ സന്തോഷം. ഇവരോട് പറയുക, ദേവദാസന്മാർ ഇവരോട് പറയാം, നിങ്ങളിൽ വരുന്ന വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ വർധനവ് നിമിത്തം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ തെസ്സലോനിക്ക സഭയും അങ്ങനെ നമ്മൾ കണ്ടു. ഫിലോമോൻ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഒരു അധ്യായമേ ഉള്ളൂ ഫിലോമോൻ, അറിയാമല്ലോ. 5-ാമത്തെ വാക്യം.
നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന്. ഇവിടെ എല്ലാം പറയുന്നു നിന്റെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയും ഒരു വ്യക്തിയാണ്. അത് കണ്ടിട്ട് ദൈവദാസന്മാർ പോലും എൻകറേജ്ഡ് ആയി തീരുക. എന്നെ കീബോർഡ് പഠിപ്പിച്ച ഒരു സാറ്, ഞാൻ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൊട്ടും ഡ്രംസും ഇതെല്ലാം തന്നെ, ട്രിപ്പിളും ഒക്കെ ഉണ്ട്, മൃദംഗവും എല്ലാം ഉണ്ട്, തന്നെയാണ് പഠിച്ചത്. അതെല്ലാം കൊച്ചിലെ അറിയാമായിരുന്നു. പക്ഷേ കീബോർഡ് കുറേ നോക്കി, ഗിറ്റാർ അതിൻ്റെ മുമ്പേ പഠിച്ചു, പക്ഷേ കീബോർഡ് പറ്റിയില്ല എനിക്ക്. ഒരു സാർ 3 മാസം എനിക്ക് തന്നു. അത് എനിക്ക് ഈ പരസ്യത്തിന് ആർട്ടിസ്റ്റിനെ വിളിക്കും, അവർക്ക് ദിവസം അന്നത്തെ കാലത്ത് 300 രൂപയും കൊടുക്കണം, ഒരു 40 ദിവസം ടീം വർക്ക് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നല്ലേ കൊടുക്കുന്നത്. പറ്റാതും വന്നു. അവർ അനാത്മരായതുകൊണ്ട് ഒത്തിരി പ്രോബ്ലംസ്, പെണ്ണുങ്ങളുടെ ഇഷ്യൂസ് തൊട്ട് ഒത്തിരി പ്രോബ്ലംസ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ദൈവമക്കളായ കീബോർഡിസ്റ്റ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് അതിന് വേണ്ടി 2 കൽപ്പിച്ച് ഇറങ്ങിയതാണ് പഠിക്കാൻ. 3 മാസം എല്ലാ ഞായറാഴ്ച വൈകിട്ടും പുള്ളി വന്ന് അരമണിക്കൂർ പഠിപ്പിക്കും. 3 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നിർത്തുക ക്ലാസ്. പപ്പയോട് പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇനി ഞങ്ങൾ പുള്ളി കല്യാണമൊക്കെ കഴിക്കാതെ CSIയുടെ കൊയർ മാസ്റ്ററും കോട്ടയം അവിടെ അതിൻ്റെ മെയിൻ ഇതിൻ്റെ ആളാണ്, സാറാണ്, ഒരു മ്യൂസിക് ടീച്ചർ കൂടാണ് സ്കൂളിലെ. പുള്ളി പറഞ്ഞു 3 മാസം ഓരോ ആഴ്ച പഠിപ്പിച്ചിട്ട് ഞാൻ കോഡ്സ് എല്ലാം എന്നെ ഒന്ന് കാണിച്ചു തന്നു, പിന്നെ ഏതാണ്ടൊക്കെ അസൈൻമെൻറ്റ് തന്നത് കാണിച്ചു. പുള്ളി പറഞ്ഞു പുള്ളി ഇപ്പം എൻ്റെ ഒപ്പം പഠിച്ചു, ഇനി അവനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, മതിയെന്ന് പറഞ്ഞ് പുള്ളി നിർത്തി. പുള്ളി വേറെ ഒന്നുമല്ല, പുള്ളിക്ക് നമ്മൾ ഫീസൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പുള്ളിക്ക് വേണേൽ അതിങ്ങനെ 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി മതിയെന്ന് പുള്ളി അവനിപ്പോൾ എൻ്റെ ഒപ്പമായി മതിയെന്ന് പറഞ്ഞിട്ട് ആ സാർ ബാബു സാർ പുള്ളി ആ ചേട്ടൻ മതിയെന്ന് പറഞ്ഞ് നിർത്തി പുള്ളി പോയി. അപ്പം ഞാൻ പറഞ്ഞ ചില സമയത്ത് പഠിപ്പിക്കുന്നവർക്ക് തന്നെ തോന്നും അവൻ എന്നേക്കാൾ വളർന്നോ അല്ലെ എൻ്റെ ഒപ്പമായോ എന്ന് തോന്നിയിട്ട് അവർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ പൗലോസ് പറയുമ്പോൾ നിങ്ങളുടെ ഫിലിമോനോട് പറയാം, ഫിലിമോൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുക, നിൻ്റെ വിശ്വാസവും സ്നേഹവും ഒക്കെ കണ്ടിട്ട് അതിൻ്റെ വർധനവും ഒക്കെ കണ്ടിട്ട് ഐ എം ബീങ് എൻകറേജ്ഡ്. ചില സമയത്ത് പൗലോസ് പറഞ്ഞിട്ടില്ലേ, നിങ്ങളിലുള്ള നിങ്ങളുടെ വചനം കേട്ട് നിങ്ങളുടെ മധ്യത്തിൽ വന്ന് ഐ എം ഓൾസോ എൻകറേജ്ഡ്. ഇത്രയും വിശ്വാസത്തിൽ വളരാൻ പറ്റുമോ? നമ്മൾ വിശ്വാസി കൊണ്ടുവന്നവരായിരിക്കും, പക്ഷെ അവർ നമ്മളെക്കാൾ സ്ട്രോങ് വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകത്തില്ല, നമ്മൾ സന്തോഷിച്ച് പോകത്തില്ല, അതിൻ്റെ അസൂയൊന്നും വരത്തില്ല. ഈ ഒട്ടും പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് അവിടെയൊക്കെ അസൂയ വരത്തുള്ളൂ. ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് എന്തു വരും? അവൻ എന്നേക്കാൾ വിശ്വാസത്തിൽ വളർന്നു, അവൻ എന്നേക്കാൾ പ്രവർത്തനത്തിൽ വളർന്നു. പുതിയ വിശ്വാസികളായിരിക്കും, അവർ ദൈവദാസനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുകയും ആൾക്കാരെ വിളിച്ചുകൊണ്ട് ദൈവസന്ധിയിലൊക്കെ വരുമ്പോൾ ദൈവദാസന്മാർ സന്തോഷിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ അധ്വാനം എന്തായി? നഷ്ടപ്പെട്ടു പോയില്ല, അവൻ്റെ മേലുള്ള കൃപ വൃഥാവായി പോയില്ല. അതാണ് ഇവിടെ ഓരോ സഭയോടും, എഫെസോസിലെ സഭയോട് പറയുന്നു, തെസ്സലോനിക്ക സഭയോട് പറയുന്നു, ഇവിടെ ഫിലമോനോട് പറയുന്നു. കൊലോസ് ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചു. ക്രിസ്തുവേശുവിൽ നമ്മുടെ വിശ്വാസം എന്തിലാണ്? നമ്മുടെ സ്നേഹം മാനുഷിക സ്നേഹമല്ല. മാനുഷിക സ്നേഹത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അപ്പേ ഈറോസ് ഫിലയോ അതൊന്നും തിയോളജിക്കൽ ടേം അല്ലെങ്കിൽ ആ ക്ലാസ്സസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന വർഷങ്ങളായിട്ട്. അതിൻ്റെ ഗ്രീക്കൊക്കെ പറഞ്ഞ് ദേവദാസന്മാർ മാനുഷിക സ്നേഹവും ദൈവസ്നേഹവും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ പൊതുവേ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ മാനുഷിക സ്നേഹം എന്തുവാ? എന്നെ സ്നേഹിച്ചാൽ ഞാനും സ്നേഹിക്കും, എന്നെ വെറുത്താൽ ഞാനും വെറുക്കും, എനിക്ക് പണി തന്നാൽ ഞാൻ ഡബിൾ പണി തരും നിനക്ക് തിരിച്ച്. അതല്ലേ മാനുഷിക? അതല്ലേ ദൈവമക്കളാണേലും ജഡത്തിൽ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിച്ച് പോകുന്നത്. എന്നെ സ്നേഹിച്ചാൽ ഞാനും നിന്നെ. കർത്താവിൻ്റെ സ്നേഹമോ? കർത്താവിന് ദോഷമായി എന്നെ സ്നേഹിച്ചത് അങ്ങനെ. ദൈവത്തെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ സ്നേഹിച്ചതാണ്. ദൈവനാമം ഒരു ദൈവദാസൻ്റെ മകനായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ദേശത്ത് ദൈവനാമം ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ വേല നിമിത്തം ഞാൻ നിർത്തും എന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പലവട്ടം നിങ്ങളോട് പറഞ്ഞതാണ്. അങ്ങനെ യേശുവിൻ്റെ നാമം ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്താണ് എന്നെ സ്നേഹിച്ചത്. നമ്മളെയൊക്കെ അങ്ങനെ സ്നേഹിച്ച് ഞാൻ വിശ്വസിക്കും. നമുക്ക് കർത്താവിന് ഒരു ഗുണവും ചെയ്യാതിരിക്കുന്നത്. ഇനി വിശ്വാസി വന്നിട്ട് വല്ല ഗുണം നമ്മൾ ചെയ്യുന്നുണ്ടോ കർത്താവിന് വേണ്ടി? ഒരാഴ്ച നമ്മൾ ശോധന ചെയ്യണം. കർത്താവിൻ്റെ സാക്ഷിയായി തീരാൻ പറ്റുന്നുണ്ടോ? എത്ര പേരെ കർത്താവിൻ്റെ സന്ധിയിൽ കൊണ്ടുവരാൻ പറ്റുന്നു? ദൈവരാജ്യത്തിന് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കാൻ പറ്റുന്നു? നമ്മൾ തന്നെ ശോധന ചെയ്യണം. അല്ല, ഒരു ഗുണവും കർത്താവിനില്ല, ദോഷം മാത്രമുള്ള സമയത്താണ് എന്നെയും നിങ്ങളെയൊക്കെ കർത്താവ് എന്ത് ചെയ്തത്? ഒരു പ്രയോജനവുമില്ല. നമ്മളെ ഒന്നും സ്നേഹിച്ചിട്ട്
നമ്മളൊക്കെ ആരെങ്കിലുമായിട്ട് കൂട്ടുപിടിച്ച് പോയാൽ ഇച്ചിരി വലിയ ആൾക്കാരായിട്ട് കൂട്ടുപിടിക്കാൻ ശ്രമിക്കില്ലേ? ഏതെങ്കിലും ഒരു സമയത്തൊന്ന് വിളിച്ചാൽ മതി, ആളിങ്ങനെ കോണ്ടാക്റ്റുള്ള ആൾക്കാർ, രാഷ്ട്രീയക്കാർ. കർത്താവിന് നമ്മൾ കർത്താവ് സർവശക്തനും ഒരു വാക്കുകൊണ്ട് എല്ലാം ഉളവാക്കുന്നത്. നമ്മളാരാ? വെറും ബലം. നമ്മളെക്കൊണ്ട് കർത്താവിന് എന്നാ ഗുണമുള്ളത്? ആ സമയത്താണ് എന്നെ സ്നേഹിച്ചത്. സ്തോത്രമല്ല. ആ സ്നേഹത്തെപ്പറ്റി സ്തോത്രമല്ല. അപ്പം ഞാൻ പറഞ്ഞ ദൈവസ്നേഹം മാനുഷിക സ്നേഹമല്ല. ഈ സഭയോടെല്ലാം പറയുക, നിങ്ങളുടെ ദൈവസ്നേഹം ദേശത്ത് പ്രസിദ്ധമാണ്. നിങ്ങളുടെ ദൈവസ്നേഹത്തിലുള്ള വളർച്ചയോർത്ത് എന്ന് വെച്ചാൽ നിങ്ങളോട് ദോഷം ചെയ്യുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നു. അത് നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളതുകൊണ്ടാണ്. എത്ര ദൈവമക്കൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മളോട് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സ്നേഹിക്കുവാൻ ആ ആത്മാവാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. നമ്മളെ വെറുക്കുന്നവരെ, നമുക്ക് പണി തന്നിട്ടുള്ളവർക്ക് സ്നേഹിക്കുവാൻ, ഹല്ലേലൂയ. നമ്മളെ പബ്ലിക്കായിട്ട് നിന്ദിച്ചവരെ സ്നേഹിക്കുവാൻ, കയ്പായിട്ട് എവിടെയെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ മൂലയിൽ എവിടെയെങ്കിലുമൊക്കെ പണ്ട് ആരെങ്കിലുമൊക്കെ നമുക്ക് വിരോധമായിട്ട് നിന്നവരും പണി തന്നവരും അവർ നിമിത്തം നമ്മൾ ഒത്തിരി കഷ്ടതയിലായവരൊക്കെ ഉണ്ടെങ്കിൽ, ഒരു കാരണവുമില്ലാതെ നമ്മളെ വേദനിപ്പിച്ചവരുണ്ടെങ്കിൽ, അവിടെ എവിടെയെങ്കിലും ഒരു മുറിവായിട്ട് മൂലയ്ക്ക് കിടപ്പുണ്ടെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ സ്നേഹത്താൽ അതിനെ മായ്ച്ച് കളയാൻ പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പൂർണ്ണമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകുവാൻ കർത്താവേ കൃപ തരണമേ. അതവിടെ കിടക്കുന്നിടത്തോളം കാലം അതൊരു ക്രോധവും അതൊരു വിദ്വേഷവും ഒക്കെ ആയി അവിടെ കിടക്കും. ഒരു ഹെയ്റ്റ്രഡായിട്ട് അവിടെ കിടക്കും. ഒരിക്കലും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവാൻ കഴിയത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ നിറം പ്രാപിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ ഓരോ സഭയോട് പറയുക, നിങ്ങളുടെ മേലുള്ള ദൈവസ്നേഹം, നിങ്ങളിലുള്ള വിശ്വാസം, വേറെ സഭയോട് പറയുക അത് ദേശത്ത് പ്രസിദ്ധമാണ്. ഈ നമ്മൾ ദേശത്ത് എല്ലാവരും എങ്ങനെ അറിയണം? അവൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ വിശ്വാസം. അപ്പം നമ്മുടെ മേലുള്ള വിശ്വാസവും ആ ദൈവസ്നേഹവും ഒക്കെ ദേശത്ത് ഒരു കാര്യം ഓർത്തോണം. ഇവർ ഒത്തിരി കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു. ഒത്തിരി അകത്തും പുറത്തും ഒക്കെ പ്രശ്നങ്ങൾ കൂടെ. ഗവൺമെൻറ് സൈഡിൽ നിന്ന് എഫെസോസിലുള്ള ദൈവമക്കൾക്ക് പ്രശ്നമുണ്ട കാര്യം 90% ആൾക്കാരും അർത്തമീസ് ദേവി ആരാധിക്കുന്നത്. ഒരു ചെറിയ കൂട്ടം പറയുക അത് പിശാച, അത് ദൈവമല്ല, യേശുവാണ് രക്ഷകൻ എന്ന് പറയുന്ന അർത്തമീസ് ദേവിയുടെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു കൂട്ടോട് അവരെ എല്ലാ രീതിയിലും തീർത്ത് കളയുവാൻ ഗവൺമെൻറ് സൈഡിൽ നിന്നും അവിടുത്തെ സിറ്റി സൈഡിൽ നിന്നും അല്ലെങ്കിൽ മേൽ അധികാരികളുടെ സൈഡിൽ നിന്നും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ, അന്നത്തെ പോലീസോ പട്ടാളമോ ചക്രവർത്തിയുടെ പട്ടാളക്കാരോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അകത്ത് പ്രശ്നം, പുറത്ത് പ്രശ്നം, ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? ദൈവസ്നേഹത്താൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തോണം, ആ ദൈവസ്നേഹത്താലും ആ ദൈവിക ശക്തിയാലും ഒക്കെ ഇവർ വളർച്ച ഉണ്ടാകുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലൊക്കെ കഷ്ടതയോ എനിക്ക് ആരാധനയുടെ എതിരെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകും. ഇവരെ ബന്ധക്കാർ ദ്വേഷിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ അന്നത്തെയൊക്കെ കാലത്ത് മുടി വെട്ടത്തില്ല, ബാബർ ഷോപ്പിൽ പോയി ഇറക്കി വിടും വിശ്വാസികളെ. കല്യാണത്തിന് ഇല ഇട്ടിട്ട് കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങും, അല്ലെങ്കിൽ വിളമ്പാൻ തുടങ്ങുമ്പോൾ ഇല വലിക്കും, എഴുന്നേറ്റ് പോടാന്ന് പറയും. പബ്ലിക്കിൽ നിന്ദിക്കാൻ കുടുംബക്കാരുടെ ഇടയ്ക്ക് തന്നെ നടക്കുന്ന കാര്യമാണ്. ഇവരെല്ലാം ഒരാൾക്കാരാണ്, ഇവരെല്ലാം സഹോദരങ്ങളാണ്. ഒരാൾ കുറഞ്ഞതും ഒരാൾ കൂടിയതൊന്നുമല്ല, സ്വന്തം സഹോദരങ്ങളാണ് ഇത് കാണിക്കുന്നത്. എന്തുവാ? യേശുവിനെ അംഗീകരിച്ചു. കുടുംബത്തിൽ നിന്ന് ഷെയർ കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അവരുടെയൊക്കെ മധ്യത്തിലാണ് ഇവരാരും പിന്മാറിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നു, നിങ്ങളിലുള്ള ദൈവസ്നേഹം വർദ്ധിച്ചു വരുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഓരോ വർഷം ദിനം പ്രതി ദിനം ഓരോ മാസം കഴിയുമ്പോൾ നമുക്ക് ആത്മീയമായിട്ട് എന്തുണ്ടാക്കണം? ഒരു ഇത് ദേശത്ത് മുഴുവൻ പ്രസിദ്ധമായി തീരണം. സ്തോത്രം. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? പൗലോസ് അങ്ങനെ ഒരു സഭയെ പറ്റി പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസവും ദൈവസ്നേഹവും ദേശത്ത് എന്തുവാ? ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പാസ്റ്ററിൻ്റെ വിശ്വാസം എവിടെ പോയി? പുള്ളി പിന്മാറിപ്പോയത് ദേശത്ത് പ്രസിദ്ധമാണ്. വേറൊരു അച്ഛനോട്, രാജു അച്ഛനും പിന്മാറിപ്പോയി, മണർകാട് അച്ഛൻ. അതും ആ സാക്ഷ്യം എടുത്ത് കിടപ്പുണ്ട്. പുള്ളി എന്തായാലും ഇതുവരെ റിക്വസ്റ്റ് ചെയ്തില്ല മാറ്റാൻ, അതുകൊണ്ട് മാറ്റിയിട്ടുമില്ല. അപ്പം ഇവരുടെ പിന്മാറ്റം ദേശത്ത് പ്രസിദ്ധമാണ്, ചിലരുടെ ക്ഷീണം ദേശത്ത് പ്രസിദ്ധമാണ്. നമ്മുടെ ആത്മീയ വളർച്ചയും നമ്മൾ ആർക്ക് വേണ്ടി നിൽക്കുന്നു, നമ്മുടെ വിശ്വാസം ദേശത്ത് പ്രസിദ്ധമായി തീരട്ടെ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രസിദ്ധമാകണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു വളർച്ച. 2 വാക്യം കൂടി പെട്ടെന്ന് വായിക്കാം. അതിൻ്റെ അടുത്ത വാക്യം, 16-ാമത്തെ വാക്യം. ഇവിടെ ഒരു പുതിയ പ്രെയർ പാറ്റേൺ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഗോഡ് ബ്ലെസ് മീ, എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണേ,
എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ, എൻ്റെ അപ്പനെ അമ്മയെ അങ്ങ് അനുഗ്രഹിക്കണേ, ഞങ്ങളെല്ലാം കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണേ, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് വഴികൾ തുറക്കണമേ, ഞങ്ങളെ ദേശത്ത് മാനിക്കണമേ. ഇങ്ങനെയല്ലേ പ്രാർത്ഥന? ഭൂരിഭാഗവും 90-95 പാസ്റ്റർമാർ, അവരുടെ കുടുംബങ്ങൾ, സുശേഷകർ, ദൈവമക്കൾ എല്ലാം പ്രാർത്ഥന കർത്താവിനോട് രഹസ്യമായിട്ടെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനായി പോകുമോ? ജഡത്തിലോ ബുദ്ധിയിലോ പ്രാർത്ഥിച്ചാൽ റോമാലയത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം എവണ്ണം അറിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദ ഹോളി സ്പിരിറ്റ് വിൽ ടീച്ച് യു ഹൗ ടു പ്രേ എന്നായിട്ടിരിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കാത്ത എല്ലാ പ്രാർത്ഥനയും ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന പോലെ ആക്കി തീർക്കും സാത്താൻ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എപ്പോഴും എൻ്റെ കാര്യമല്ലേ, നമ്മുടെ കാര്യം. പൗലോസ് ഇവിടെ അതല്ലല്ലോ പറഞ്ഞത്. പൗലോസിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സിലായോ? ആൾക്കാർ ചോദിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചോണ്ട് നമുക്ക് എന്നാ ഗുണം? അങ്ങനെയല്ലേ? പച്ചയ്ക്ക് ചിന്തിക്കാം. പച്ച മനുഷ്യനായിട്ട് ചിന്തിക്കുന്നേ. നമ്മൾ ഈ കപടഭക്തിയുടെ വേഷത്തിലൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഓപ്പൺ പച്ച. നിങ്ങളെങ്ങനെയാണെന്ന് കർത്താവിന് അറിയാം. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നും ആവശ്യമില്ല. നിങ്ങളെങ്ങനെയാണെന്ന് കർത്താവിന് പൊളിച്ചറിയാം. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ വരെ ആരായുന്ന കർത്താവിന് മുമ്പിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം സെൽഫിഷാന്ന് ആർക്കറിയാം? മനുഷ്യനാകുമ്പോൾ നമ്മളൊക്കെ അങ്ങ് ഒത്തിരി സെൽഫിഷായി പോകുക. പേഴ്സൻറ്റേജിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാ മനുഷ്യരിലും എന്തുണ്ട്? സ്വാർത്ഥതയുണ്ട്. പക്ഷേ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഇതൊരു മർമ്മമാണ്. കർത്താവ് തന്നെ വെളിപ്പെടുത്തിയ ചില മർമ്മങ്ങൾ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു. ഇതൊരു മർമ്മമാണ്. ഞാൻ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ എൻ്റെ കാര്യങ്ങൾ കർത്താവ് ദൂതന്മാരെ അയച്ച് ചെയ്തോളൂ. ഇതൊരു മർമ്മമാണ്. ഈ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മർമ്മമാണ്. നമ്മൾ എത്ര നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒട്ട് നമ്മുടെ കാര്യം നടക്കത്തുമില്ല, ഒരിക്കലും ഒരു സംതൃപ്തിയുമില്ല. എന്നും ഈ കംപ്ലൈൻറ്റും പറഞ്ഞുകൊണ്ട് എന്നും ഈ വേദനയും കഷ്ടവും സഹിച്ചുകൊണ്ട് ഈ കരഞ്ഞ് കീറി ഇങ്ങനെ ഇരിക്കാമെന്നോ, നീറി ഇരിക്കാമെന്നോ. അതുകൊണ്ട് അങ്ങനെ ആയി തീരാതിരിപ്പാൻ ഒരു പ്രത്യേക ഒരു പ്രെയർ പാറ്റേൺ ആണ് നമ്മളിവിടെ കാണുന്നത്. അത് വളരെ ഇതൊരു മർമ്മമാണ്. മറ്റുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ജീവിതത്തിലെ മാറ്റം കണ്ട് കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം എന്നല്ല, അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വർദ്ധിക്കുമ്പോൾ, അവർ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുമ്പോൾ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇത് മാറട്ടെ ദൈവമക്കളെ. ഒന്ന് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഏരിയകളും ഒന്ന് മാറുന്നത് കാണാൻ പറ്റും. അതുവരെ മാറ്റം ഉണ്ടാകത്തില്ലെന്നേ. കാര്യം മാറ്റം വരുത്തുവാൻ കഴിയുന്നത് കർത്താവിന് മാത്രമാണ്. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമൊന്നും അല്ല മാറ്റം വരുത്തുന്നത്. നമ്മൾ തളർന്നു പോകത്തേ ഉള്ളൂ. നമ്മൾ കൂടുതലങ്ങ് അധ്വാനിക്കുമ്പോൾ നമ്മൾ മന്ദരായി തീരത്തേ ഉള്ളൂ. നമ്മുടെ ഓട്ടവും അധ്വാനവും ഒന്നും അല്ല ഫലവത്തായി തീരുന്നത്. ദൈവം സഹായിച്ച് കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കും. കർത്താവ് അത് കൽപ്പിച്ചില്ലെങ്കിലോ നമ്മൾ ഒത്തിരി ഓടി അധ്വാനിച്ച് കുഴഞ്ഞു പോവും, മടുത്തു പോവും, പെറുപെറുത്തു പോവും. കർത്താവിനോട് തന്നെ ചോദിക്കുക, എന്തുവാ കർത്താവേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചു പോകുന്ന ഒരു അവസ്ഥയിലായിപ്പോൾ. അങ്ങനെ വരാതിരിപ്പാൻ ഒരു പുതിയ പ്രെയർ പാറ്റേൺ ആണ്. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഓരോ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ജീവിതത്തെ മാറ്റത്തിന് വേണ്ടി മാറ്റം കണ്ട് ദൈവത്തെ സ്തുതിക്കുക. 17-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ടാണ് ഞാൻ അതിൻ്റെ ഓരോ പോയിന്റ് പറഞ്ഞ് നമുക്ക് അടുത്ത ആഴ്ച ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ തരുന്ന മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് മേ ദ ഗോഡ് ഓഫ് സ്പിരിറ്റ് ഗിവ് യു വിസ്ഡം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്ത് തരട്ടെ? ഒന്ന്, ജ്ഞാനം തരട്ടെ. രണ്ടാമത്, യേശുവിനെ പറ്റിയുള്ള വെളിപ്പാടും അറിവുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യട്ടെ? ഇതാരാ വെളിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവാണ് ആത്മീയകാരൻ. അത് ഞാൻ ആരാണെന്നും ഞാനും യേശുവുമായിട്ടുള്ള ബന്ധം, ഞാൻ നിത്യതയിൽ ആരായി തീരേണ്ട ആളാണ്, എൻ്റെ വിളിയുടെ ശ്രേഷ്ഠത, ഇതിൻ്റെയൊക്കെ മഹത്വം ദൈവം എന്നെ പേഴ്സണലി കാണിച്ചാൽ ഞാൻ ശക്തമായിട്ട് കർത്താവിന് വേണ്ടി ലോകത്തിൻ്റെ എല്ലാ വിഷയം മറന്നിട്ട് പോയി. എൻ്റെ ഭാര്യയെ കാണിച്ചു കഴിഞ്ഞാൽ അവൾ നിൽക്കും, എൻ്റെ മക്കളെ കാണിച്ചു കഴിഞ്ഞാൽ അവരും ശക്തമായിട്ട് നിൽക്കും, കർത്താവിന് വേണ്ടി നിൽക്കും. ഇത് വ്യക്തിപരമാണ്. ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് വരെയും നമുക്ക് ആത്മീയ കാര്യങ്ങൾ ബോറിങ്ങാണ്, മടുപ്പാ. കുറേ നേരം ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചു പോകുന്നു. ഇത് വ്യക്തിപരമാണ്. എന്നൊന്നുകൂടെ വായിച്ചേ. പരിശുദ്ധാത്മാവ് നമ്മളെ കാണിക്കേണ്ടത് എന്തൊക്കെ വിഷയങ്ങൾ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ
തന്നെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടത്. ഒന്ന്, ജ്ഞാനം തരണം കർത്താവ്. യേശുവിനെ പറ്റിയുള്ള ആ പരിജ്ഞാനവും ആരാ കർത്താവ് എന്ന് അത് മനസ്സിലാക്കാനുള്ള വിസ്ഡം ദൈവം എനിക്ക് തരണം. ദൈവം ആരാന്നും യേശു ആരാന്നും അത് മനസ്സിലാകാനുള്ള ജ്ഞാനവും പരിജ്ഞാനവും ആരെനിക്ക് തരണം? യേശുവിനെ പറ്റിയുള്ള ആഴങ്ങൾ, അതിൻ്റെ പരിജ്ഞാനം കർത്താവ് എനിക്ക് തരണം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് ആത്മീയർക്ക് ആത്മീയമായത് വെളിവാക്കുന്നു, സകലവും വെളിവാക്കുന്നു, സകലവും വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ദ ഹോളി സ്പിരിറ്റ് റിവീൽസ് ഓൾ തിങ്സ്. അടുത്ത ആഴ്ച നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. 18 വായിച്ച് നിർത്താം. അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരാൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കും. 18-19 ഒരുപോലാണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. 2-3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ വിളി, ആ വിളിയുടെ ആശ അല്ലെങ്കിൽ ആ പ്രത്യാശ, ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യാശ, ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. അതിൻ്റെ ആശ എന്ത് എന്നൊന്ന് മനസ്സിലാക്കുവാൻ അതിനെന്ത് ചെയ്യണം? എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ദി ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ബി എൻലൈറ്റഡ്. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, എൻ്റെ ഉൾക്കണ്ണുകൾ പ്രകാശിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് കാണാൻ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. എന്തുവാ മനസ്സിലാകേണ്ടത്? ഒന്ന്, എന്നെ വിളിച്ച വിളിയുടെ ആശ എന്ത് ഒന്ന് മനസ്സിലാക്കണം. 2, ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വം, സ്വർഗീയ മഹത്വം, ദൈവത്തിൻ്റെ അവകാശം എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഗ്രേറ്റ്നെസ്, ദ ഗ്ലോറി, ഹെവൻലി ഗ്ലോറി, അത് മനസ്സിലാകുവാനും അതെങ്ങനെ പ്രാപിക്കാം എന്നൊക്കെ എന്ത് ചെയ്യണം? അത് കർത്താവ് വെളിപ്പെടുത്തണം. വീണ്ടും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന, നമ്മുടെ ഒന്നും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത, കർത്താവിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അസാധ്യമായതൊന്നുമില്ല. ഇങ്ങനെ കറങ്ങുന്ന ഭൂമിയെ തിരിച്ച് കറക്കാൻ ആർക്ക് കഴിയും? കഴിയുമോ? മഴ വെള്ളം പെയ്യേണ്ടതിൻ്റെ പകരം തീക്കൽ മഴ പെയ്ക്കുവാൻ ആർക്ക് കഴിയും? ഭൂമി വിളർന്ന് വിഴുങ്ങുവാൻ കഴിയുമോ? ഈ വെള്ളം മുഴുവൻ രക്തമാക്കി തീർക്കാൻ കഴിയുമോ? ഇനി എന്തെല്ലാം ചെയ്യാൻ പോവാ മഹാപീഡന കാലത്ത്? അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? അപ്പോൾ ഇത് ആരുടെ ജീവിതത്തിലാണ് പ്രവർത്തിക്കുന്നത്? തന്നിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ അളവറ്റ ബലത്തിൻ്റെ അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുവാൻ കർത്താവേ, ലോർഡ് ഓപ്പൺ മൈ ഇന്നർ ഐസ്, എൻ്റെ ഉൾക്കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഇവിടെ ഇരിക്കുന്ന നമ്മളും പലരും ലേറ്റ് 40s 50s 60s അല്ലെങ്കിൽ 45 കഴിഞ്ഞ് 50 അടുത്ത് 60 70 80 അടുക്കാൻ പോകുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ണുകളൊക്കെ ഇത്രയും പ്രകാശിക്കുന്നല്ലോ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി പുറത്തെ കണ്ണുകൾ മങ്ങിയാലും കർത്താവേ, എൻ്റെ പ്രത്യാശ മങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ എൻ്റെ ഉൾക്കണ്ണുകൾ പ്രകാശിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഉൾക്കണ്ണുകൾ പ്രകാശിച്ചാൽ മാത്രമേ ഇതൊക്കെ എനിക്കിപ്പോൾ നമ്മൾ പറഞ്ഞ ലിസ്റ്റ് അടുത്ത ആഴ്ച വീണ്ടും ചിന്തിക്കാം. ഓ ഹല്ലേലൂയ, യേശു ആരാന്നും ദൈവം ആരാന്നും ദൈവത്തിന് എന്തെല്ലാം കഴിയുന്നു, എന്തിനാണ് എന്നെ വിളിച്ചതെന്നും അല്ല, ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ, ഈ ശക്തിയും കൃപയും ഒക്കെ, ദൈവസ്നേഹവും വിശ്വാസവും ഒക്കെ എനിക്കെങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഇതൊക്കെ മനസ്സിലാക്കി തരുവാൻ കർത്താവിന് കഴിയും. അത് എഫെസ്യ സഭയോട് പറയുക, അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ എന്ത് ചെയ്യണമേ? പ്രകാശിപ്പിക്കണമേ. ഒരു സൈഡിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ, ഞാൻ സ്വർഗീയമായത് കാണും. ഇവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയേക്കുന്നു, ഈ ലോകത്തിൻ്റെ പ്രഭു ഇവിടുത്തെ കണ്ണുകൾ എന്ത് ചെയ്യും? കർത്താവിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ ഒരിക്കലും പ്രകാശിപ്പിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ശക്തി നിൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യും? അവിടെ കുഞ്ഞുങ്ങളോടൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്കറിയാവുന്ന ക്ഷീണിച്ചു പോകുന്ന ദൈവമക്കളോടെല്ലാം അത് പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു സൈഡിൽ കൂടി ദൈവം എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിച്ച് ഈ സ്വർഗീയ അനുഭവങ്ങൾ, അതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത, എനിക്കത് വേണം എന്നാഗ്രഹിച്ചാൽ മാത്രമേ അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ, എന്ത് വിലയും കൊടുക്കത്തുള്ളൂ. എൻ്റെ പുറത്തെ മനുഷ്യൻ അത് മനസ്സിലായതുകൊണ്ടാണ് പൗലോസിനെ പോലും പറയാൻ പറ്റുന്നത്, എൻ്റെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ച് പോയാലും വേണ്ടില്ല, എൻ്റെ അകത്തെ മനുഷ്യൻ വല്ല വിധേയയും എനിക്ക് പുനർദാനം പ്രാപിക്കണം. ബാക്കിയൊന്നും എനിക്കൊരു വിഷയമല്ലെന്നേ. ജോലി ഉണ്ടെങ്കിലും വിഷയമല്ല, ഇല്ലെങ്കിലും വിഷയമല്ല. കർത്താവ് കരുതും.
സ്തോത്രം. അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും ബാക്കി കാര്യം ആര് നോക്കിക്കോളും? ദൈവം. എന്നെ എന്തിനാ കർത്താവ് വിളിച്ചത്? ശക്തമായിട്ട് ദൈവത്തിൻ്റെ ഒരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഓരോരുത്തർക്കും നിർത്തും. അവരാർക്ക് വേണ്ടി സംസാരിക്കും? നമ്മളെ വിളിച്ചിരിക്കുന്ന ആർക്ക് വേണ്ടി സംസാരിക്കാനാണ്? അതിനാണ് ഓരോ സ്ഥലത്താക്കിയിരിക്കുന്നത്. നമുക്കത് കഴിയണമെങ്കിൽ ഓരോ ദിവസവും കർത്താവിനെ രുചിച്ചറിയണം. ഞങ്ങളുടെ പ്രോഡക്റ്റ് സൂപ്പറാ എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് പറയുന്ന പോലെ തന്നെ യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, ഒരു പ്രതീക്ഷയുമില്ലാന്ന് ലോകത്തിൽ വിധി എഴുതിയപ്പോൾ, എൻ്റെ കാര്യം പറയാനാണ് ഇവൻ ആയുസ് നന്നാകത്തില്ല എന്ന് എൻ്റെ കുടുംബക്കാരും നാട്ടുകാരും വിധി എഴുതിയപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, കുഞ്ഞാടിനെ പോലാക്കി തീർക്കുവാൻ ശക്തൻ. നമ്മുടെ വ്യക്തിത്വങ്ങളെ മാറ്റുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? യേശുവിന് മാത്രമേ. ഒരു കൗൺസിലിംഗ് നടക്കത്തില്ലേ? ഹല്ലേലൂയ. ഓരോ കൗൺസിലിംഗ് വരുന്ന ആൾക്കാരോട് പറയും, കർത്താവിന് മാത്രമേ നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ കഴിയത്തുള്ളൂ. ആ കർത്താവിനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. സ്തോത്രം. എത്ര ജ്ഞാനത്തിൽ ഞാൻ PhD അതിലെടുത്താലും ജ്ഞാനം പറഞ്ഞാലും ഒന്നും ആരും ജീവിതം മാറത്തില്ല. ഒരു കുടിയൻ കുടി മാറ്റണമെങ്കിൽ ആര് കൃപ കൊടുക്കണം? ഒരു തകർന്നു പോയിരിക്കുന്ന കുടുംബം ചേരണമെങ്കിൽ ആര് കൃപ കൊടുക്കുക, സഹായിക്കണം? നമ്മുടെ ജോലി എന്തുവാ? ആ യേശുവിനെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അത് ഞാൻ രുചിച്ചറിഞ്ഞ് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ സന്തോഷമുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ ഞാൻ ആരെപ്പറ്റി പറയും? അല്ലേ ഞാൻ വലിയ ബിൽഡിങ്സും, അയ്യോ കണ്ടില്ല ആ വീട്, ബംഗ്ലാവ് പോലുള്ള വീട്, അയ്യോ കണ്ടില്ല അവർക്ക് കിട്ടിയ ജോലി, അയ്യോ കണ്ടില്ല അവർക്ക് ലക്ഷങ്ങളുടെ വരുമാനം, എനിക്കും അതുപോലെ വേണം, എൻ്റെ മക്കൾക്കും അതുപോലെ വേണം, അതും പറഞ്ഞുകൊണ്ടിരിക്കും. ദ്രവ്യാഗ്രഹവും പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കാത്ത സമയത്ത് അവരെ കണ്ടില്ല, അവർക്ക് ഒരുങ്ങിയ വഴി, ഇവർക്കൊരുങ്ങിയ വഴി. ഇതിനാണോ കർത്താവ് നമ്മളെ കുടുംബക്കാരുടെ മധ്യത്തിൽ വിളിച്ച്? ഇതിനാണോ രക്ഷിക്കപ്പെട്ടത്? ഇതിനാണോ രക്ഷിക്കപ്പെട്ടത്? രക്ഷിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി സംസാരിക്കാനാണ്? അതിനുവേണ്ടി നമ്മുടെ ഉൾക്കണ്ണുകളൊന്ന് പ്രകാശിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്ദേശം എന്നും പ്രാർത്ഥിക്കണം. കൃപ തരണമേ. കൃപ എന്തിനാണ്? അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്തിനാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്തിരിക്കുന്നത്? ദൂതന്മാർക്ക് കൊടുക്കാത്ത ഒരു രക്ഷയാണ്, അവർക്ക് വെളിപ്പെടുത്താത്ത ഒരു മർമ്മമാണ്, ഒരു പഴയ നിയമ ഭക്തർക്കും വെളിപ്പെടാത്ത ഒരു മർമ്മമാണ്. ആ യേശുവിനെയാണ്, യേശുവിൽ കൂടെയുള്ള രക്ഷയാണ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പഴയ നിയമ ഭക്തരേക്കാൾ, എബ്രഹാം, ഇസാക്ക്, യാക്കോബിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു ഇല്ലേ? ഞാൻ അതനുസരിച്ച് അവരെ എത്രത്തോളം കർത്താവിനെ സ്നേഹിച്ചു, ഞാൻ അതിന് പകുതി കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ കംപ്ലയിൻറ്റ്സ് എല്ലാം മാറ്റി വെക്കാം. ചില കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ പലരും പ്രാർത്ഥന വിഷയമായിട്ട് പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ നമ്മളെ വളരെ ക്ഷീണിപ്പിക്കുന്ന വിഷയമായിരിക്കും. ചില വിഷയങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കർത്താവ് ഈ സമയത്ത് ഇത്രയും ഫെയ്ത്ത്ഫുള്ളായിട്ട് കർത്താവിനോട് നിന്നിട്ട് പല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകേണ്ടത് എന്തുകൊണ്ടെന്നൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ മാനസികമായിട്ട് ഉയരുന്നെങ്കിലും നമ്മുടെ ആശ്രയം ആരില്ല? കർത്താവില്ല. ഒന്നും ദോഷത്തിനായിട്ടല്ല, അത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒന്നും ദോഷത്തിനായിട്ടല്ല. ലോർഡ് ഹാസ് എ പ്ലാൻ ആൻഡ് ബൈബിൾ സേസ് ഇറ്റ്സ് എ പെർഫെക്റ്റ് പ്ലാൻ. ദൈവത്തിൻ്റെ പ്ലാൻ എങ്ങനെയാ? തികവുള്ള പദ്ധതിയാണ്. അവിടെ ഒരു പരാജയവും ദൈവത്തിൻ്റെ പ്ലാനിൽ ഉണ്ടാകത്തില്ല. ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്താൽ അതേ നടക്കൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാനിനായിട്ട് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ ആത്മീയമായിട്ട് അനുഗ്രഹിക്കും.